ഇവള് എന്റെ പുറത്ത് പലഹാരം ഉണ്ടാക്കാണ്. ഏഴുമല പൂഞ്ചോല വാമനക്ക് മണിമാല. ബെസ്റ്റ്. മറ്റേ പാട്ട് പാടാൻ പറ്റിയ സിറ്റുവേഷൻ. ഏത് പാട്ട്? നമ്മുടെ ബാലഗോപാലൻ എണ്ണ തേപ്പിക്കുമ്പം എന്തിനാ ഈ വയസ്സുകാലത്ത് ഇയാൾക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? ഉത്തേജിപ്പിക്കല്ലേ? ഉത്തേജിപ്പിച്ച് ഇയാള് മണ്ണിന്റെ അടി പോണവരുണ്ടാവും. ഈ എണ്ണിട്ട് ഈ തിരുമ്പല് ഇയാളെന്താ ഒളിമ്പിക്കണോ? നിനക്ക് എന്താ വേണ്ടേ? അതിനെന്നെ കിട്ടില്ലട്ടാ. ഒരു ചെറിയ നമ്പർ ഇറക്കാം. ചേച്ചി ചേച്ചിയെ എണ്ണയിപ്പിക്കട്ടാ, തോന്നും പൊരിച്ചെടുക്കാനാണത്. അല്ലേ ചേച്ചി, എന്തിനാ ചേട്ടൻ ഇങ്ങനെ ഡെയിലി എണ്ണ തേപ്പിക്കുന്നേ? കുതിരശക്തി കിട്ടാനും യൗവനം നിലനിൽക്കാനും ഒരു വലിയ വൈദ്യം പറഞ്ഞു തന്നതാ. അയ്യോ, ശക്തി കിട്ടാ ഈ എണ്ണ തേപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ബെസ്റ്റ് മരുന്ന് ഈ ഡോക്ടർ പറഞ്ഞു. പിന്നെ ഈ ഡോക്ടർ അറിയപ്പെടുന്നതിന്റെ ശക്തി ഡോക്ടർ എന്നല്ലേ? അതെ അതെ. അതായത് ഞാൻ ഹലോപ്പതി ആണെങ്കിലും എന്റെ അപ്പനപ്പൂപ്പന്മാർ ആയുർവേദമാ. ഞാനൊരു മരുന്ന് പറഞ്ഞുതരാം. കുതിരശക്തി കിട്ടുന്ന മരുന്ന് ബെസ്റ്റാ. അതാ വേണ്ടത്. കാറ്റാടി മരത്തിന്റെ പടിഞ്ഞാറേക്കുള്ള വേര്, വരിക്കപ്ലാവിന്റെ തെക്ക് ശിഖരത്തിലെ ഇത്തിൽ കണ്ണി, തങ്കഭസ്മം, ബദാം പരിപ്പ്, കാന്താരി മുളക്, പച്ചമുളക്, മൈസൂർ മുളക് ഇവയെല്ലാം ചേർത്ത് അരച്ച് തേച്ചു കൊടുക്കുക. തെലുങ്കിദാശത്ത് ഒരു ചേച്ചി ഒരു ചേട്ടന് തേച്ചു കൊടുത്തിട്ടേ പിന്നെ തേക്കേണ്ടി വന്നിട്ടില്ല. അതാ ഒരു പ്രാവശ്യം തെച്ചാ മതി, പിന്നെ തേക്കേണ്ട കാര്യമില്ല. അതോടുകൂടി ആർക്കും വെക്കാം. എങ്ങനെ വെക്കാം, എങ്ങനെ ഏത് സമയത്ത് വേണം വെക്കാം. അമേരിക്ക 2-3 സ്ഥലങ്ങളിൽ ഉള്ള ഉടുതുണി പണയം വെച്ച് കളിക്കുന്ന കല്യാണ സുഹൃത്തുക്കളെ, ഈ പെൻസിൽ നാടകയുടെ അകത്ത് കുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, പുറത്ത് കുത്തുവാണെങ്കിൽ കമ്പനിക്ക് കിട്ടും. 5, 10, 20 എത്ര വേണമെങ്കിലും വെക്കാം. യാതൊരു മത്സരം നിൽക്കേണ്ട ആവശ്യമില്ല സുഹൃത്തുക്കളെ. 200 വരെ നിങ്ങൾക്ക് 200 വെച്ചാൽ 4. മണിക്ക് കാണാമെന്ന് തന്നെയാണ് അവള് പറഞ്ഞത്. ഉറപ്പാ. ഈ ചെവിണ്ട് ഞാൻ കേട്ടതാ. മണിതേ 4:30 അവള് വീണ്ടും നമ്മളെ വഹിക്കാനുള്ള പരിപാടി വല്ലതുമാണ്. ഏതായാലും കാപ്പ് കുടിക്കാൻ വല്ല അവളെ ക്ഷണിച്ചാൽ ഞാനില്ല. നിങ്ങളൊക്കെ പൊക്കൊണ്ടാ മതി. എടാ, ഇനി വല്ല ഗുണ്ടകളെ വിട്ട് നമ്മളെ തല്ലി കൊള്ളിക്കാനുള്ള വല്ല പരിപാടിയാണോ? ഗുണ്ടകൾ വല്ല വന്ന് അപ്പം മുങ്ങിക്കോണം. കിഴിക്കൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാ. ഇടയ്ക്കിടയ്ക്ക് കിഴിയിടുന്നത് ബോഡിക്ക് നല്ലതാണ്. ഹലോ, തീപ്പറ്റി ഉണ്ടോ? ഉണ്ടെങ്കിൽ തരിക, അല്ലാതെന്താ? അതെ, ആ നാൻസി പറഞ്ഞത് കേട്ടും എന്തെങ്കിലും അവേഗം കാണിച്ചാൽ ഞങ്ങൾക്ക് ചോദിക്കാനൊക്കെ ആളുണ്ട് കേട്ടോ. നാൻസിയോ? ഏത് നാൻസി? ഫണ്ണി പീപ്പിൾ. ഗുഡ് ഈവനിങ്. എല്ലാരും ഉണ്ടല്ലോ. എന്താ ആരും ഒന്നും മിണ്ടാത്തെ? ഓ, ഞാനാണല്ലോ വിളിപ്പിച്ചേ. അപ്പൊ ഞാൻ തന്നെ തുടങ്ങാം. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക, ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഒരു പഴമൊഴി ഉള്ളിൽ കണ്ടുകൊണ്ടാ നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ അങ്ങനെ ഒരു മാർഗം കണ്ടെത്തിയത്. സോറി കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ദേഷ്യവും അമർഷവും ഒക്കെ ഉണ്ട്. എല്ലാം ഇന്നത്തോടെ തീർക്കണം. ഏയ്, നിങ്ങളോടാ ചോദിച്ചേ, തീർക്കില്ലേ? ഇയാള് കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഓക്കെ, പറയാം. അതിനു മുമ്പ് ഞാൻ ആരാണെന്ന് അറിയണ്ടേ? നിങ്ങളൊക്കെ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം. എങ്ങനെയെന്നല്ലേ? ഏതാണ്ട് 1 മാസമായിട്ട് ഞാൻ നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫാദർ ഡൊമിനിക്കിനെ ശങ്കർ അറിയുന്നത് പോലെ തന്നെ ഞാനും അറിയും. ശങ്കർ ഒറ്റയ്ക്കല്ല, കൂടെ സെക്യൂരിറ്റികളും ഉണ്ടെന്ന് ഈ അടുത്ത അറിഞ്ഞപ്പോ എനിക്ക് പറ്റിയൊരാന്ന് മനസ്സിലായി. അതെ, ഈ സസ്പെൻസിന്റെ ആവശ്യമൊന്നുമില്ല. ഇയാൾ ആരാന്ന് ആദ്യം പറയാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, നിങ്ങൾക്കെന്നല്ല, ഒരു പക്ഷേ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ബിസിനസ് മാഗ്നറ്റ് കാൾട്ടൺ നിക്കോളസിന്റെ ഏക മകൾ നാൻസി. കാൾട്ടൺ നിക്കോളസിന്റെ മകളോ? എന്താ, വിശ്വാസമായില്ലേ? അത്ര വിശ്വാസം പോരാ.
എന്റെ ഞങ്ങളുടെ അനുഭവം അതാണല്ലോ. ശരി, എങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം, പോരെ? വിശ്വാസം വരണമെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിൽ തന്നെ വരണം. അതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന് പറയൂ. എന്തിനാ ഇത്ര ധൃതി? നിങ്ങൾ എന്റെ വീട്ടിൽ വരുന്നു, എന്നെ അവിടെ കാണുന്നു, വിശ്വസിക്കുന്നു. ബാക്കി വിശ്വാസത്തിന് ശേഷം. അവള് പറഞ്ഞ സത്യമായിരിക്കോ? ഈ കാൾട്ടൻ നിക്കോളസ് ആരാന്നറിയോ നിങ്ങൾക്ക്? കേരളം മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള കോടീശ്വരൻ അയാള്. ഈ വന്നതും പോയും അയാളുടെ മോളാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. മതി, നിർത്ത. ആദ്യം അവള് പറഞ്ഞ സത്യമാണെന്ന് അറിയട്ടെ, എന്നിട്ട് മതി ഈ തുള്ളിച്ചാട്ടമൊക്കെ. അയ്യോ, ചായ ഒന്നും കുടിക്കാൻ ടൈമില്ല. കാര്യമില്ലേ അറിയാൻ കെലിയെ തും ആയാ ഹൂം. ദിൽവാലെ ദുൽഹനിയ ലേ ജാएंगे. तू चोर मैं सिपाही. जाओ चलो शाबाश है. അല്ലെങ്കിലും നമുക്ക് നേരത്തെയും വിശ്വാസക്കുറവൊന്നുമില്ലായിരുന്നു. ഉണ്ണിയെ കണ്ടാൽ അറിയാമല്ലോ, ഊരിലെ പഞ്ഞിയല്ല പഞ്ഞം. അപ്പോ നമ്മൾ കമ്പനി ആവുകയാണ്. കമ്പനിയുടെ തുടക്കം എന്റെ വീട്ടിൽ വെച്ച് തന്നെ ആയിക്കോട്ടെ. ഈ വരുന്ന April 14 എന്റെ ബർത്ത്ഡേ ആണ്. അന്ന് നിങ്ങൾ എല്ലാരും വരണം. പക്ഷെ ഒരു കാര്യം, വേറെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പപ്പയുടെ മുമ്പ് വെച്ച് ഞാൻ നിങ്ങളോട് യാതൊരു പരിചയവും ഭാവിക്കില്ല. അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് എന്നോട് അഭിനയിച്ച പോലെ. കറക്റ്റ്. കാൾട്ടൺ കൊക്കോകോള ഞങ്ങളോട് വല്ലതും ചോദിച്ചാലോ? കൊക്കോള അല്ല, നിക്കോള. ഓ, കൊക്കോകോള ഒരു സോപ്പിന്റെ പേരാണല്ലേ. വല്ലതും ചോദിച്ചാലോ? പപ്പ നിങ്ങളെ കാണണ്ട. ഒരുപാട് ആളുകളുണ്ടാവും. നിങ്ങളും ഇൻവൈറ്റഡ് ഗസ്റ്റ് ആണല്ലോ, അതും ഇൻവൈറ്റഡ് ബൈ ദ ഹീറോയിൻ ഓഫ് ലൊക്കേഷൻ. എന്താ? ഓക്കെ, എഗ്രി. അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ വിഷ് ചെയ്യാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. Happy birthday to you. 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 Happy birthday. താങ്ക് യു. അനുജ പോലെ, ഞാൻ ഇപ്പൊ വരാം. നിനക്ക് കേക്ക് കിട്ടിയോ? ശരി, മോള് വയ്ക്കും, ഞാനിപ്പോ വരാം. ഇതങ്ങോട്ട് ജോബി, നീ ഇവരോട്ട് അങ്ങോട്ടിരി. എക്സ്ക്യൂസ് മീ, ഞാൻ പോരാ. ഇത് മിസ്റ്റർ മാത്യൂസ്, എന്റെ നെവ്യാണ്. ഹലോ. ഐ എം സാക്ഷാൽ. ഹായ്. എന്റെ എല്ലാ ബിസിനസ്സും മാനേജ് ചെയ്യുന്നത് ഇയാളാണ്. ശരിക്കും എന്റെ കമ്പ്യൂട്ടർ. ഏയ്, അങ്ങനൊന്നുമില്ല. ഐ എം ജസ്റ്റ് എ സർവന്റ് ഒബേയിങ് ദി ഓർഡേഴ്സ് ഓഫ് ദിസ് മാസ്റ്റർ ബൈ. എന്നാ ഞങ്ങളങ്ങോട്ട്. ശരി, ഓക്കെ. മാത്യൂസ്, ക്ഷണിച്ചവരൊക്കെ എത്തിയല്ലോ അല്ലേ? ഓൾമോസ്റ്റ് ഓൾ. ആരെന്ത് ചോദിച്ചാലും ടെൻഷൻ അടിക്കരുത്, ബബ്ബ അടിക്കരുത്. നമ്മൾ എല്ലാവരും ക്ഷണിക്കപ്പെട്ടവർ തന്നെയാണ്. മൊത്തത്തിൽ നല്ല സ്റ്റൈലായിരിക്കണം. ഓക്കെ ഓക്കെ. അന്ന് കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയോ? രാഘവേട്ടൻ വേണം ഇവരെല്ലാം നിയന്ത്രിച്ച് നിർത്താൻ. അക്കാര്യം ഞാൻ ഏറ്റത്. ഞാനൊരു സ്മോൾ. എത്ര? 5? അയ്യേ, ഒരു കൺട്രോൾ വേണം. അതൊക്കെ ഉണ്ടാവും. ഇവിടെ കൺട്രോൾ ചെയ്യുന്ന കാര്യം ഞാനില്ല. അവിടെ ശരി, ഒരു സ്മോൾ ഒരു എക്സ്ക്യൂസ് മീ, നാൻസിയുടെ ആര്? ഞാൻ കോട്ടനങ്ങളുടെ പെങ്ങളുടെ മകളാ. അല്ല, മകൻ. ഓ, കട്ടപ്പനയിലുള്ള. അതെ, കട്ടപ്പനയുള്ള. മമ്മി, ലിസിയുടെ മോനാ. ഓ, അങ്ങനെ. ഓ, അത് ശരി. ഇല്ല ആന്റി, അവര് പഠിച്ചോളൂ. പ്ലീസ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹായ്. കിട്ടോ?
ഇതാരാന്ന് മനസ്സിലായോ? കാൽട്ടൺ കൊക്കോക്കോളയുടെ മരുമകൻ ഗോൾഡ് സ്പോട്ട് ലഷ്കർ പ്രഭുവാണ്. വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ, മൺഡേ, ബർത്ത്ഡേ എല്ലാ ദിവസവും എനിക്ക് ജോലിയുടെ മനസ്സിലായോ? Fill in the blank, answer the following the question. You go man, please give me 2 pencils. 1 കുടിച്ചോ, 2 കുടിക്കും, 2 കുടിച്ചോ, 3 കുടിക്കും, 3 കുടിച്ചോ, 4 കുടിക്കും, 6 കുടിക്കും, 8 കുടിക്കും, 7 കുടിക്കും, അങ്ങനെ വേണമെങ്കിലും കുടിക്കാം. മോളെ പേര് മോളീന്ന് മോളിയാണ്. കുട്ടികളുടെ പേര് മോളിയാണ്. കല മാറി. എവിടെ നല്ല വെറുതെ കിട്ടാന്ന് വിചാരിച്ചാ വയറ് ചീറ്റിയാവും. ചാറ്റത്തില്ലാത്ത മനുഷ്യൻ കുറേശ്ശെ കുടിക്കാവൂ. എന്താ എങ്ങനെ നാളെ വരാം. ഇല്ല 3 പേപ്പർ സൈൻ ചെയ്യാൻ. ഇപ്പൊ എന്തിനാ മാത്തിച്ച? നാളെ പോരെ? ഇത് അത് രാവിലെ വേണം. രജിസ്ട്രേഷൻ 10 മണിക്കാ. ഇറ്റ്സ് എൻ അർജന്റ് കേസ്. ലോകത്തിലൊന്നും മരുന്ന് വിൽക്കുന്ന മനുഷ്യനാണ് ഞാൻ. താനെ ഡീസന്റിന്റെ പരിപാടി വേണ്ട. തന്നെ വെളിച്ചെണ്ണ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്ന് അവന്റെ മനസ്സിലുള്ള പറയട്ടെ. എന്ത് പ്രശ്നമായാലും വിളിച്ചോണ്ട് സ്വാതന്ത്ര്യം